എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ കഴിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കുമ്പോഴൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. എന്നെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയിലാണ്. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കുക. എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും കാസർഗോഡിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താ പറയുക, ഭയങ്കര ദുഃഖം തോന്നിക്കുന്നൊരു വീഡിയോ ആയിരുന്നു അത്. രണ്ട് ദിവസമായി എനിക്കത് വീഡിയോ ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ജസീല എന്നൊരു പെൺകുട്ടിയായിരുന്നു. കാസർഗോഡ് നാലത്തടക്കയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഭയങ്കര ഇത് തോന്നി. ഇതാണ് മോള് കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു, കല്യാണം ഫംഗ്ഷൻ്റെ കാര്യത്തിനോ എന്തിനാണ് തോന്നുന്നു ആ വീട്ടിൽ പോയ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഗുരുതര ആരോപണമായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരും അതുപോലെ അമ്മായിമ്മയൊക്കെ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം നീ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കുത്തുവാക്കുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് തള്ളി വിടുകയാണ് ചെയ്തത്. 2 മക്കളുണ്ട്. ആ മക്കളിനെ പോലും മോൾ ആലോചിക്കാതെയാണ് ആത്മഹത്യക്ക് ഇതായത്. എന്താ ചോദിച്ചാൽ ആരുടെ മുമ്പിലും കള്ളി എന്നൊരു പേര് കേൾക്കാനുള്ളൊരു ഇതില്ലാതെ ആയിരിക്കാം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരിക്കലും എന്താ പറയുക, നമുക്ക് ആ ഒരു ഇത് താങ്ങാൻ കഴിയില്ല. കല്യാണത്തിൻ്റെ ഇതിനെല്ലാം തോന്നുന്നു 2 ദിവസം എന്ന് പറയുമ്പോൾ റമദാൻ മാസത്തിൻ്റെതാണല്ലോ. അപ്പോൾ കൂട്ടുകാരിയുടെ ഒരു ഇതിലായിരിക്കും പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു തരട്ടെ. കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്, ഒരു പാവം പെണ്ണിൻ്റെ ജീവനെടുക്കാൻ ഒരാളുടെ ഒരു പോസ്റ്റ് ആയിരുന്നു. ഞാനതൊന്ന് വായിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, ഒരു പാവം പെണ്ണിന് ജീവനെടുക്കാൻ കാരണക്കാരനായ ആ അയൽവാസിയായ പെണ്ണിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടുകാരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചാർത്തണം. മാല മോഷ്ടാവ് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കാസർഗോഡ് പോലീസിൽ മനസാക്ഷിയുള്ളവർ ഉണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിയെ ഉടനെ പിടികൂടണം. നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഈ മരണം അങ്ങനെ നിസ്സാര ഒരു ആത്മഹത്യയായി കണ്ട് തള്ളിക്കളയരുത്. ആ കുരുന്നു മക്കൾക്ക് നാളെ ഒരു മോഷണം പ്രതിയുടെ മക്കൾ എന്ന മുദ്ര വന്നുകൂടാ. റിട്ടേൺ പരാതി സ്വീകരിക്കാൻ മടി കാണിച്ച പോലീസുകാർക്ക് എതിരെയും കേസ് കൊടുക്കണം. എത്രമാത്രം മനം നൊന്താവണം ആ പാവം മോൾ ആത്മഹത്യ ചെയ്തത്. സത്യമാണ്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നിയ ഒരു ന്യൂസാണ്. 2 മക്കളുടെ എന്താ ചോദിച്ചാൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു ഇത് നമ്മുടെ മേൽ ചുമത്തപ്പെടുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ആ പെൺകുട്ടി നിക്കക്കണ്ണില്ലാതെ മരിച്ചത്. ആ പെൺകുട്ടിക്ക് ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് പോലും ആ പെൺകുട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരുപാട് ദുഃഖകരം. ആര് കൂടെ ഇല്ലെങ്കിലും ആ ഭർത്താവ് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അവൻ പോലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി നീ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള തരത്തിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടില്ല. റമദാൻ മാസം പോലും നോക്കാതെയാണ് ആ പെൺകുട്ടി നിക്കക്കണ്ണിയില്ലാതെ ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് എടുത്ത ആ ഒരു വീഡിയോ ആണ്. എൻ്റെ മരണം കൊണ്ടെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം, ഞാൻ എടുത്തിട്ടില്ല, എന്താണെന്ന് പോലും ഏതാ മുതലി എന്ന് പോലും എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മരണം കൊണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു മുസ്ലിം പെൺകുട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മാത്രം ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മാത്രം മനംനൊന്തിട്ടായിരിക്കും ആ പെൺകുട്ടി ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, നമ്മൾക്ക് എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. പിന്നെ നമുക്ക് മനസ്സ് പിടിച്ചാൽ കിട്ടാതാവുമ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. എന്തായാലും ആ പെൺകുട്ടി ഇനി ആ മക്കളുടെ ഇതുപോലും ആലോചിക്കാതെ ആ പെൺകുട്ടി ഈ ഒരു തീരുമാനം എടുത്തതിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് മാത്രം ആ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. ആരും താങ്ങും തണലും ഇല്ലാതായപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ കള്ളി എന്ന് മുദ്ര കുത്തിയപ്പോൾ ആ പെൺകുട്ടി താങ്ങാൻ കഴിയാതെ ചെയ്തതായിരിക്കും. എന്താ പറയുക, ഈ റമദാൻ മാസം കാലത്ത് ഇങ്ങനെയൊരു ന്യൂസ് കേൾക്കേണ്ടി വന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഞാൻ ഒരുപാട് വീഡിയോ ലെങ്തി ആക്കുന്നില്ല, ഒരുപാട് സങ്കടം തോന്നി എനിക്കും. ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഭയങ്കര സങ്കടം ഇത് കേട്ടപ്പോൾ. ആ മോളുടെ ആ ഒരു കരച്ചിലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ മുതൽ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നി. എന്തായാലും പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെ പറയാം. ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അത് എങ്ങനെ പറയാം, ആ മോൾക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ മുന്നിൽ കണ്ട വഴി. എന്തായാലും ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.